കേരളം പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു മഹത്തായ സമരത്തിനാണ് ബത്തേരിയിൽ ഇടതുപക്ഷം CPIM നേതൃത്വം നൽകുന്നത്. ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുടെയും മാനസികവും അധ്യക്ഷവുമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം പ്രധാനമായും ഈ സമരവുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM നേതൃത്വം സംഘടിപ്പിച്ച മനുഷ്യചങ്ങല ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി 17ഓളം പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശേഖരിച്ചത്. അങ്ങനെ പണം ശേഖരിച്ചതാകട്ടെ സുൽത്താൻ ബത്തേരി മണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണന്റെ സ്വന്തക്കാരും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുമായിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകരായ ചില ആളുകളെയാണ് MLA ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ചുമതലപ്പെടുത്തിയ മുഖാന്തരം കോടിക്കണക്കിന് രൂപ ശേഖരിക്കുകയും അതിലേറ്റവും കൂടുതലായി പണം ശേഖരിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ IC ബാലകൃഷ്ണൻ നിർദ്ദേശാനുസരണം പണം ശേഖരിച്ച DCCയുടെ ട്രഷററായിരുന്ന NM വിജയനും മകനും ഒടുവിൽ ജീവൻ ഒടുക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് സുൽത്താൻ ബത്തേരിക്ക് കാണാൻ വേണ്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ IC ബാലകൃഷ്ണൻ സമീപിച്ചു എന്നാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. പലതവണ IC ബാലകൃഷ്ണൻ സമീപിച്ചെങ്കിലും പക്ഷെ KPCC അത് ഗൗരവത്തോടുകൂടി സ്വീകരിച്ചില്ല. ഒടുവിൽ തന്റെ സ്വന്തം പേരിലുള്ള വസ്തുക്കൾ പണയപ്പെടുത്തി ഏതാണ്ട് 2,10,00,000 രൂപയുടെ കടബാധ്യത NM വിജയന് വന്നു ചേരുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ജീവനൊടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ പണം ശേഖരിക്കുന്ന എല്ലാം നേതൃത്വം കൊടുത്ത IC ബാലകൃഷ്ണനാണ് എന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പണമാകെ ശേഖരിച്ചതെന്നും NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NM വിജയന്റെ മകന് അർബൻ ബാങ്കിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ജോലി, ആ ജോലി അദ്ദേഹത്തെ പിരിച്ചുവിടുകയും IC ബാലകൃഷ്ണൻ നിയമിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട മറ്റൊരാൾക്ക് ജോലി നൽകിക്കൊണ്ട് NM വിജയന്റെ മകനെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ സ്വന്തം മകനുണ്ടായ ജോലി നഷ്ടപ്പെട്ടതും അതിന് പകരമായി മറ്റൊരാൾക്ക് ജോലി നൽകിയപ്പോൾ 25 ലക്ഷം രൂപ അതിന് പ്രതിഫലമായി IC ബാലകൃഷ്ണൻ വാങ്ങിച്ചുവെന്നും NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ കടക്കണിയിലായതും സ്വന്തം മകന്റെ ജോലി നഷ്ടപ്പെട്ടതുമാണ് NM വിജയൻ മരണത്തിന് കാരണമെന്ന് ഇതിനകത്ത് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമെല്ലാം IC ബാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എല്ലാ തെളിവുകളും പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരാൾക്ക് ജോലി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് MLA എന്ന നിലയിൽ തന്റെ സ്വന്തം ലെറ്റർ പേഡിൽ ബാങ്ക് ബസിന് കത്തെഴുതി കൊടുത്തത് പുറത്തു വന്നു. അതുപോലെ തന്നെ NM വിജയന്റെ കത്തിനകത്ത് ആത്മഹത്യാക്കുറിപ്പിനകത്ത് IC ബാലകൃഷ്ണന്റെ പങ്ക് സംബന്ധിച്ച് വളരെ വ്യക്തമായി പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ പണം വാങ്ങിച്ചവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ്. നിരവധി വ്യക്തികൾ ജോലി വാഗ്ദാനം നൽകി ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു വന്നു, പണം തട്ടിയെടുത്ത് ആവശ്യപ്പെട്ടു, പണം തട്ടിയെടുത്തു എന്ന് പറഞ്ഞു
NM വിജയന്റെയും മകന്റെയും മരണത്തിൽ ഉത്തരവാദിയായ IC ബാലകൃഷ്ണൻ MLA ആ സ്ഥാനം രാജിവെക്കണം. അതിനാവശ്യപ്പെട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭം CPM നേതൃത്വത്തിൽ വയനാട്ടിൽ സംഘടിപ്പിക്കും. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു മനുഷ്യച്ചങ്ങ് സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ ചേരുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായ സഖാവ് M. സ്വരാജാണ്. സഖാവിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഇതിന്റെ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് K. റഫീഖാണ്. സഖാവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് P. ഗഗാറിൻ, സഖാവ് CK ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കൊണ്ട് സഖാക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ്, വേദിയിലുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാവ് P. ഗഗാറിൻ, സഖാവ് CK ശശീന്ദ്രൻ, ശ്രീമാൻ NM വിജയൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ജീവനൊടുക്കേണ്ടി വന്നത് ഈ വയനാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ തട്ടിപ്പിന് ഇരയായിട്ടാണ്. വിവിധ ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 20-30 ലക്ഷം രൂപ വെച്ച് വാങ്ങുകയും പിന്നീട് നിയമനം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു ചേർന്നപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ശ്രീമാൻ NM വിജയനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യമാണുണ്ടായത്. ജിജേഷിന്റെയും മരണത്തിന് ഉത്തരവാദിയായി ഒന്നാം പ്രതിയായിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസിന് മുമ്പിൽ 3 ദിവസക്കാലം കോടതിയുടെ തീരുമാനപ്രകാരമുള്ള സമയബന്ധിത അറസ്റ്റിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വന്ന സാഹചര്യമാണ് IC ബാലകൃഷ്ണൻ നേരിടേണ്ടി വന്നത്. തൽസ്ഥാനത്ത് ND അപ്പച്ചൻ തുടരുകയാണ്. ഒരു രാഷ്ട്രീയ മര്യാദയുമില്ലാതെ ഈ നിലയിലുള്ള നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുമ്പോൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് MLA സ്ഥാനത്ത് തുടരാൻ IC ബാലകൃഷ്ണന് യാതൊരു അവകാശവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPIM നേതൃത്വത്തിൽ ഇത്തരത്തിൽ സമരം നടക്കുന്നത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വയനാട് ജില്ലയിൽ നടത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഓരോ വിവരങ്ങളും ഓരോ ദിവസവും ഇവിടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി KK അബ്രഹാം അഴിമതിയുടെ ഭാഗമായി 11 മാസക്കാലം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയ തട്ടിപ്പിന്റെ ഭാഗമായി സജീവൻ കൊല്ലപ്പള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ജയിലാണെങ്കിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അന്വേഷണത്തിന്റെ ഭാഗമായി തീർച്ചയായും IC ബാലകൃഷ്ണൻ കുറ്റക്കാരനായി മാറും. അദ്ദേഹത്തിന്റെ സ്ഥാനവും ജയിലിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അടിയന്തരമായി IC ബാലകൃഷ്ണൻ രാജിവെക്കാൻ വേണ്ടി തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും CPIM-ന്റെ വയനാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം അഭിവാദിച്ചതുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് M. സ്വരാജിനോട് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു, ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കൾ, കേരളം പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു മഹത്തായ സമരത്തിനാണ് ബത്തേരിയിലെ ഇടതുപക്ഷം CPIM നേതൃത്വം നൽകുന്നത്. തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ജനകീയ പ്രതിഷേധത്തിനാണ് ഒരു മനുഷ്യച്ചങ്ങലയുടെ രൂപത്തിൽ ഇന്ന് നാം നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു സമരം ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് വരാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും കാര്യമാത്ര പ്രസക്തമായാണെങ്കിലും സഖാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിൻ്റെ സുസംഘടിതമായ സഹകരണ പ്രസ്ഥാനമാണ്. അത് രാജ്യത്തിനാകെ മാതൃകയുമാണ്. ആയിരക്കണക്കായ സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്
അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്നത്, കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് കരുത്തായി നിൽക്കുന്നത്, ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ജീവിതം മെച്ചപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നതോ ഒക്കെ വിവിധ പ്രവർത്തന പരിധികൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനമാണ്. അത് രാജ്യത്തിനാകെ മാതൃകയുമാണ്. ആ സഹകരണ പ്രസ്ഥാനം കേരളത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞ്, എന്നാൽ ചിലരുടെ താല്പര്യം ആ 99നെയും വിട്ട് ഒന്നിനെ എടുത്ത് പെരുപ്പിച്ച് കാണിക്കാനും അത് നിരന്തരം ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവരാനുമാണ്. അതിൽ വിരോധമില്ല. CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു പൈസയുടെയെങ്കിലും, ഒരു നയാ പൈസയുടെയെങ്കിലും തെറ്റായ ഒരു സമീപനം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കർക്കശപൂർണമായ സമീപനം സ്വീകരിക്കുകയും അതിൽ ഉത്തരവാദികളായവരുടെ പേരിൽ മാതൃകാപരമായി നടപടി സ്വീകരിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ്. അതിനോടും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കഴിയേണ്ടതാണ്. നിർഭാഗ്യവശാൽ നമ്മളതല്ല കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വയനാട് ജില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, വയനാട് ജില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭാവന ചെയ്ത അവരുടെ കരുത്തനായ KPCC-യുടെ ജനറൽ സെക്രട്ടറി എബ്രഹാം, അദ്ദേഹം മാസങ്ങളോളം ജയിലിലായിരുന്നു. ഒരു കൊല്ലത്തോളം ജയിലിലായിരുന്നു. മാസങ്ങളോളം ജയിലിൽ. ഈ കൊള്ളയുടെ ഇടയിലാണ് നാടിന്റെ ക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കേണ്ട സഹകരണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളീയ മനസാക്ഷിയാകെ ഞെട്ടിച്ച ഈ മഹാദുരന്തമുണ്ടായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ജീവിതം ഒഴിഞ്ഞു വെച്ച നേതാവ് അതായിരുന്നില്ലേ NM വിജയൻ, വയനാട് DCC-യുടെ ട്രഷറർ. പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഭിന്നാഭിപ്രായം. പക്ഷേ ഒരു വ്യക്തിയുടെ ആകസ്മികമായ വേർപാട് ആരെയും ആഹ്ലാദിപ്പിക്കില്ല.